ഹൈത്തമി സംസാരിക്കുന്നു. RC എന്നോട് കുറേ സംശയങ്ങൾ ചോദിച്ചു. എനിക്കൊരു സംശയം, ആസ്തികനായ RC ഇവിടെ ജനിച്ചുവോ? ആ പുസ്തകം വായിച്ചപ്പോഴും എനിക്കുണ്ടായിരുന്നു, RC നാസ്തികത വിട്ടോ. ഇനി RCക്ക് അറിയേണ്ടത് ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക നിയമം എന്താണെന്നാണ്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത് പറയേണ്ടത് എന്താണെന്നറിയോ? യുക്തിബോധവും ഇസ്ലാമിക വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയാണ്. അപ്പോൾ യുക്തിക്കതീതമായി ദൈവത്തിനെ സമർപ്പിക്കുക. ദൈവം തന്നതാണ് യുക്തിബോധവും, അതാണ് എല്ലാത്തിൻ്റെയും ഒരു മറുപടി. രണ്ടാമത്തത്, ഇതിൻ്റെ ഒരു ബേസ് കണ്ടന്റ് ഉണ്ടല്ലോ. ഞാൻ RCയോട് ചോദിച്ചു, യുക്തി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ആ തെളിവ് ഹാജരാക്കാതെയാണ് എന്താണ് യുക്തി എന്ന് ചോദിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു യുക്തിയുമായി ബന്ധപ്പെട്ട പൗരാണിക കാലം മുതലേയുള്ള ചർച്ച ദൈവാസ്തിക്യം തന്നെയാണ്. ദൈവമുണ്ട് എന്ന് സ്ഥാപിതമായാൽ പിന്നെ ബാക്കി ചർച്ചകൾക്ക് പ്രസക്തിയില്ല. ദൈവം സർവശക്തനാണ്, ദൈവം നിരാശ്രയനാണ്, ദൈവത്തെ എല്ലാവരും വഴങ്ങണം, പ്രകൃതി പോലും ദൈവത്തിൻ്റെ വിശ്വാസികളാണെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൺസെപ്റ്റ്. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നിങ്ങൾ ദൈവമില്ല എന്ന് സ്ഥാപിക്കൂ, പറ്റില്ലേ? നിങ്ങളുടെ വാദം പ്രപഞ്ചം അനാദിയാണ് എന്ന് സ്ഥാപിക്കൂ, അതിന് അവസരമുണ്ടല്ലോ ഇവിടെ. പിന്നെ ദൈവം ആദ്യമേ തീരുമാനിച്ചല്ലോ എന്ന്. ഇസ്ലാമിക വിശ്വാസം മനുഷ്യന് ഫ്രീ വിൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാനൊരു തിയോളജിസ്റ്റ് അധ്യാപകനാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പാഠമെടുത്തത് ഇസ്ലാമിൽ ഫ്രീ വിൽ ഉണ്ട്, ഇഖ്തിയാർ എന്ന് പറയും. ആ ഫ്രീ വിൽ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ സ്വച്ഛപ്രകാരമാണോ അല്ലെങ്കിൽ മനുഷ്യൻ സ്വയമാണോ പ്രവർത്തനത്തിനെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്? അവിടെയാണ് രണ്ടഭിപ്രായമുള്ളത്. ഇനി അതേസമയം ഞാൻ നാസ്തികതയിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കട്ടെ, നിങ്ങളെന്തേ സാം ഹാരിസിനെ കുറിച്ചൊന്നും മിണ്ടാത്തത്? അദ്ദേഹം പറയുന്നതിൻ്റെ മാരകത എത്ര ഭയാനകമാണ്. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് അത് പ്രകൃത്യാ നിയന്ത്രിക്കപ്പെടുന്ന ന്യൂറോ കെമിക്കൽ എഫക്ഷൻസ് മാത്രമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റിനെ കൊന്നാൽ അയാൾ പ്രതിയല്ല, കാരണം അയാൾക്ക് അങ്ങനെയല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഗോവിന്ദചാമിക്ക് സൗമ്യയെ ബലാത്സംഗം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതായത് വെള്ളം ചേർത്ത് നേർപ്പിച്ച നാസ്തികത നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒരു നിഫാക്കില്ലാത്ത നാസ്തികത ലോകത്തിന് മാനവികതയ്ക്ക് അപകടമാണ് എന്നുള്ളതാണ് പരമാർത്ഥം. പിന്നെ ഒന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം വളച്ചൊടിച്ചു. ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ പറഞ്ഞത്, നിലനിൽപ്പുള്ള എല്ലാ വസ്തുവിനും ഹാസ് എ കോസ് ഓർ എ സീക്വൻസ് ഓഫ് കോസസ്. പരിശോധിച്ചു നോക്കൂ. ഒന്നുകിൽ കാരണം അല്ലെങ്കിൽ കാരണങ്ങളുടെ കൂട്ടായ്മ. പക്ഷേ ആ കാരണങ്ങളുടെ കൂട്ടായ്മ കൊണ്ട് അത് പിന്നെ പോളിത്തിസം, ബഹുദൈവ വിശ്വാസമാകുമോ എന്ന് ചോദിച്ചാൽ, ഭൗതിക ലോകത്ത് അങ്ങനെയാണെങ്കിലും ആത്യന്തികമായി എല്ലാത്തിനെയും ഡിസൈൻ ചെയ്യേണ്ട രണ്ടെണ്ണം വേണ്ട, ഒന്ന് മതി. അങ്ങനെയാണ് മോണോത്തിസം സ്ഥാപിതമാകുന്നത്. പിന്നെ അദ്ദേഹം ധാർമ്മികതയെക്കുറിച്ചാണ് വാചാലനായത്. ആദ്യം അദ്ദേഹം, ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്ഥാപിക്കട്ടെ, പ്രപഞ്ചം അനാദിയാണെന്ന് പറ. ലോജിക്ക് എങ്ങനെയാണ് സ്ഥിരപ്പെടുന്നത് എന്ന് പറ. ലോജിക്ക് ഇല്ല എന്ന് ഫിസിസ്റ്റുകൾ, ബയോ കെമിസ്റ്റുകൾ, ഫ്രാൻസിസ് ക്രിക്ക് DNA കണ്ടെത്തിയ ആളല്ലേ, അദ്ദേഹമൊക്കെ പറയുന്നു ഇതാ. മാത്രവുമല്ല, അടുത്തൊരു വിഷയം, ഇനി ധാർമ്മികതയുടെ ചർച്ചയിലേക്ക് വന്നാൽ, ഈ നാസ്തികതയിലെ ധാർമ്മികതയോ? ആത്യന്തികമായി ശരിയും തെറ്റും തീരുമാനിക്കുവാൻ ഏതാണ് പാരാമീറ്റർ? ഒരു സാമൂഹികതയെ സൃഷ്ടിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞോ നാസ്തികതക്ക്? മാത്രവുമല്ല, മതം ഒഴിവാക്കി മനുഷ്യനാകാൻ പുറത്തേക്ക് വരൂ, മതത്തിൻ്റെ പുറത്തേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാമൂഹിക സംഘടനാ വ്യവസ്ഥ പോലും നാസ്തികതക്ക് ലോകാടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പറ്റിയോ? നിങ്ങൾ തന്നെ എത്ര ഗ്രൂപ്പാ? ഞാൻ സംഘടനാ ലെവലുള്ള ചർച്ചയല്ല ഇവിടെ ചെയ്യുന്നത്. കാരണം സ്വതന്ത്ര ചിന്ത അങ്ങനെയാണ്, ആർക്കും എന്തും പറയാം എന്ന് പറയുന്ന ഒരു അനാർക്കിയാണ് അതിൻ്റെ അകത്തുള്ളത്. ആത്യന്തികമായ അബ്സല്യൂട്ട് ജസ്റ്റിസിനെ പറ്റി സ്വതന്ത്ര ചിന്തയിൽ ധാരണയില്ല. അപ്പം അനീതി ചെയ്യപ്പെടുന്ന ആളുകൾ അവരെങ്ങനെയാണ് സമാധാനിക്കുക? നിയമപാലകന്മാരെ പേടിച്ച്, നിയമത്തെ പേടിച്ച്, ഫ്രസ്ട്രേഷനുമായി, കല്ലിച്ച കലിപ്പുമായി ഒരുപാടിടങ്ങളിൽ താമസിക്കുന്ന എത്രയോ പതിനായിരങ്ങൾ. അവരോട് നാസ്തികതയ്ക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ പറയും ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അപ്പോൾ അയാൾക്ക് സ്വതന്ത്ര ചിന്ത സാധ്യമല്ലേ? എന്തിന് ഞാൻ ഭരണഘടനയെ അനുസരിക്കണം എന്ന് ചോദിച്ചാൽ എന്തേ പറയുക? ഇസ്ലാമിന് പറയാനുണ്ടാകും, രാഷ്ട്രത്തിൻ്റെ നിയമം പാലിക്കൽ ഇസ്ലാമികമായി നിർബന്ധമാണ് എന്ന് പറയാനുണ്ടാകും. ഇനിയോ ഭരണഘടന നിങ്ങളുടേതാണോ? യുവാൽ നോവ ഹരാരി ഡാർവിനിസ്റ്റ് അല്ലേ? അദ്ദേഹം പോലും എന്താ പറയുന്നത്? സെമിറ്റിക് മതസാഹിത്യങ്ങളിൽ നിന്നാണ് ഭരണഘടന ഉണ്ടായത് എന്ന്. ഇനി നിങ്ങളൊരു ചാരിറ്റി സംഘടന ഉണ്ടാക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ പറയും ഗവൺമെന്റിൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് എന്ന്. ഗവൺമെന്റ് നിങ്ങളുടേതാണോ? എല്ലാതും അല്ലേ? ഞങ്ങളും ഫണ്ട് കൊടുക്കുന്നില്ലേ? എല്ലാം നിങ്ങളുടേതാക്കുന്നത് എന്തിനാ? മാത്രമല്ല, അദ്ദേഹം എന്നോട് ചോദിച്ചു, പ്രിയപ്പെട്ട RC സ്വർഗത്തിൽ കടക്കുമോ? ഇവിടെ ഏതൊക്കെയോ ആളുകളെ ഉദ്ധരിച്ചു. ഞാനതൊന്നും അങ്ങോട്ടേക്ക് എൻ്റെ വിഷയം കൊണ്ടുപോവുകയല്ല.
പക്ഷേ ഇസ്ലാമിൻ്റെ വിശ്വാസം ദൈവത്തിൻ്റെ പണിയിൽ നിങ്ങൾ കൈയിടാൻ പാടില്ല എന്നുള്ളതാണ്. ആരൊക്കെയാണ് സ്വർഗത്തിൽ, ആരൊക്കെയാണ് നരകത്തിൽ, അങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പണി ഇവിടെ വിശ്വാസികൾക്കില്ല. അത് ദൈവത്തിൻ്റെ അധികാരമാണ്, ഞങ്ങൾക്കറിയില്ല എന്നുള്ളതിൻ്റെ ഉത്തരം. അപ്പോഴല്ലേ ദൈവം എല്ലാത്തിനും അധികാരമുള്ളവനാവൂ. ഞാൻ എൻ്റെ വാക്കുകൾ, ഈ നാസ്തികതയുടെ ധാർമ്മികത ഒരുപക്ഷെ ഒരു മോർച്ചറിയാണ്. ഒരുപാട് ശവശരീരങ്ങൾ അതിൻ്റെ അകത്തുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയം തന്നെ മാത്രമല്ല, അതിൻ്റെ ചില പോളിസികൾ നോക്കൂ. സന്തോഷമുള്ളതിനെ സ്വീകരിക്കണം, അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ക്വാണ്ടിറ്റിയും നോക്കി. സ്വാതന്ത്ര്യ ചിന്തകർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായം. ഇനിയോ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, കൺസെൻറ്റ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല. സ്വതന്ത്ര ചിന്തയുടെ ലേബിളിൽ വരുന്ന ആളുകൾ ആ ആർഗ്യുമെന്റ് നടത്തുന്നുണ്ട്. കൺസെൻറ്റ് തരാൻ പറ്റാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജീവിതത്തിന് ഭാരമാണെങ്കിൽ, സന്തോഷത്തിന് തടസ്സമാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നേക്കൂ എന്ന് പറഞ്ഞ പീറ്റർ സിംഗറില്ലേ, ഡോക്കിൻസിന്റെ പ്രിയപ്പെട്ട, ലോകം കൊണ്ട് ഏറ്റവും വലിയ ധാർമ്മികൻ എന്ന് ഡോക്കിൻസ് പുരസ്കരിച്ച പീറ്റർ സിംഗർ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇനിയോ ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം മതങ്ങളുടെ പേരിൽ എറിയും. ഒരു കാര്യം കൂടി അദ്ദേഹം അതിനിടക്ക് സൂചിപ്പിച്ചു. മുസ്ലിങ്ങൾ എന്താ ശത്രുക്കളോട്, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻസിനോട്, യഹൂദികളോട്, അദ്ദേഹത്തിൻ്റെ ടൈം ഞാൻ എടുത്തുദ്ധരിച്ചതാണ്, എന്തുകൊണ്ടാണ് ശത്രുത പുലർത്തുന്നത് എന്ന്. ഇസ്ലാമിൻ്റെ വിശ്വാസം നിങ്ങൾക്കറിയുമോ, താങ്കൾക്കറിയുമോ? ഇസ്ലാമിൽ ഒരാളിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് പ്രവാചകൻ എന്ന് വിശ്വസിച്ചാൽ മുസ്ലിം ആവില്ല. കൂടെ ക്രിസ്ത്യാനികൾ ബഹുമാനിക്കുന്ന ജീസസ് ക്രിസ്റ്റ്, ഈസാ അലൈഹിസ്സലാം പ്രവാചകനാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണം. യഹൂദരുടെ മോസസ് പ്രിയപ്പെട്ട പ്രവാചകനാണ് എന്ന് വിശ്വസിക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ ഏകോദര സഹോദരങ്ങളാണ് എന്ന് വിശ്വസിക്കണം. ഒരാൾ അത് നിഷേധിച്ചാൽ അയാൾ ഇസ്ലാമിൻ്റെ അകത്തുണ്ടാവില്ല. എല്ലാവരും ദൈവത്തിൻ്റെ അടിമകളാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ പോളിസി. ഇനി ഈ തത്വങ്ങളെല്ലാം തമസ്കരിച്ചുകൊണ്ട് ലോകത്ത് ഈ സ്വതന്ത്ര ചിന്ത ഉൽപ്പാദിപ്പിക്കുന്ന പ്രായോഗികമായ പ്രശ്നങ്ങൾ എത്ര ഭീകരമാണ്, ഒരിക്കലും ഉദ്ധരിക്കാതിരിക്കാൻ പറ്റില്ല. ഫ്രെഡറിക് നീഷയെ എന്തുകൊണ്ടെന്ന് അറിയുമോ? ഞാൻ ഫിലോസഫി ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇന്നത്തെ ലോകത്ത് നിലകൊള്ളുന്ന എല്ലാ അധാർമികമായ രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും അടിസ്ഥാനപരമായ ധാർമ്മികമായ കോഡുണ്ടാക്കിയത് നീഷയാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ മൊറാലിറ്റി vs സ്ലൈവ് മൊറാലിറ്റി. ശരിയും തെറ്റും തീരുമാനിക്കാനുള്ള അധികാരം യൂബർമെൻഷ്, സൂപ്പർമെൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഒരു പരികൽപ്പിക്കപ്പെടാവുന്ന ഒരു ശക്തിക്ക് നീഷ വകവെച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ നിറത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ ആരാണോ ജയിക്കുന്നത് അതിന് സോഷ്യൽ ഡാർവിനിസം ഉപയോഗപ്പെടുത്തപ്പെട്ടു. ആരാണോ അതിജയിക്കുന്നത് അതാണ് ഫിറ്റസ്റ്റ് എന്നാണല്ലോ. അങ്ങനെയായപ്പോൾ ആരാണ് ലോകം നിയന്ത്രിക്കുന്നത്? അവരുടെ ശരിയായി മാറി. പുതിയ കാലത്ത് അത് യൂറോപ്യന്മാരാണ്, സവർണന്മാരാണ്. അപ്പോൾ അവർ വിളിച്ചു പറയുകയാണ്, ഞാൻ റഷ്യ ഉക്രൈൻ യുദ്ധം ഓർത്തു പോകുന്നു. ഉക്രൈനിൽ നിന്ന് അഭയാർത്ഥികൾ ഓടിപ്പോകുമ്പോൾ BCCയുടെയും CNN-ന്റെയും വാർത്താവതാരകന്മാർ വിളിച്ചു പറയുന്നുണ്ട്, അല്ലയോ യൂറോപ്യരെ, നിങ്ങൾ കാണുന്നില്ലേ, ഇത് അറേബ്യയിലെ, ഇറാഖിലെ, അഫ്ഗാനിലെ അറബികളല്ല ആ ഓടുന്നത്, നിങ്ങളെപ്പോലെ വെളുത്ത യൂറോപ്യന്മാരാണ്. ഞാൻ വീണ്ടും ഉദ്ധരിക്കുന്നു സാം ഹാരിസ് പറഞ്ഞില്ലേ, ശവശരീരം എണ്ണാതെ കൊന്നു തീർക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് പോലും അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്? ഈ നീഷയുടെ സ്വാധീനമല്ലേ? നീഷയെ യൂബർമെൻസ്, ശക്തിയുള്ള മനുഷ്യന്റെ സ്ഥാനത്ത് സ്റ്റേറ്റിനെ വെക്കുമ്പോൾ മാവോ വരും, ലെനിൻ വരും, സ്റ്റാലിൻ വരും, പോൾപോട്ട് വരും, എല്ലാം മരുന്നൊന്നാണ്, കുപ്പി വേറെയാണ്. ഈ സ്വതന്ത്ര ചിന്തയുടെ അപകടമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ധാർമ്മികതയുടെ ചർച്ചയിലേക്ക് വരുമ്പോൾ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്ന വിഷയങ്ങളാണ്. ബേസ്, ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് പറയുന്നത്? ലളിതമായി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ശരിയും തെറ്റും നിർണ്ണയിക്കാനുള്ള മനുഷ്യന്റെ വിവേചന ശക്തി, ഞാൻ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ആ ശക്തി പരിണമിച്ചുണ്ടായതാണ് എന്ന് പറയുകയാണെങ്കിൽ ലോകത്ത് ഏത് സയൻസിന്റെ അംഗീകാരമാണ് അതിനുള്ളത്? അംഗീകാരമില്ലെന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ അത് ഉദ്ധരിച്ചു, കോഗ്നിഷനുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവർ പറഞ്ഞു, ഒരിക്കലും മനുഷ്യന്റെ ഈ യുക്തിബോധം പരിണമിച്ചുണ്ടായി വികസിച്ച് വന്നതാണെന്ന് പറയാൻ സാധ്യമല്ല. കാരണം സത്യം മാത്രം കണ്ടെത്തപ്പെടണമെന്നില്ല. ഇങ്ങനെ കാലോചിതമായി ജീവിച്ചു വരുമ്പോൾ ക്രമാനുഗതമായി എങ്ങനെയാണ് സത്യം മാത്രം മൂല്യമായി വരുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കണം. അതായത് നുണ പറഞ്ഞുകൊണ്ടും അതിജയിക്കാമല്ലോ, സത്യം പറഞ്ഞുകൊണ്ട് മാത്രമേ അതിജയിക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ നിങ്ങളും ഞങ്ങളും സംവാദം നടത്തുകയാണ്, അല്ലെങ്കിൽ രണ്ടുപേർ തർക്കിക്കുകയാണ്, നുണ പറഞ്ഞിട്ടാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എങ്കിൽ ആ ഒരു സംഭവത്തിന്റെ സീക്വൻസ് ഓഫ് ബാക്ക്വേർഡ്നെസ്, പതിറ്റാണ്ടുകളോളം, നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം നുണ പറഞ്ഞുകൊണ്ട് അതിജയിക്കുന്ന ഒരു മനുഷ്യന്റെ പരിണാമത്തിന്റെ ഒരു ചക്രം സങ്കല്പിക്കുക സാധ്യമാണ്.
അങ്ങനെയാണെങ്കിൽ ലോകത്ത് നുണയാകണം സ്ഥാപിതമായ മൂല്യം. മോഷണം നടത്തിക്കൊണ്ടും പിടിച്ചു പറിച്ചും ബലാത്സംഗം ചെയ്തും കൊണ്ട് സന്തോഷം നേടുന്ന ഒരു സീക്വൻസ് ഓഫ് ചെയിൻ ഇൻ ദ ബാക്ക്വേർഡ്നെസ്, അനന്തമായ ഭൂതകാലത്തിലേക്ക് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ പിടിച്ചു പറയും കൊള്ളയും ബലാത്സംഗവും മൂല്യമുള്ള, അതാണ് സ്വീകരിക്കപ്പെടേണ്ടത് എന്ന തത്വമുള്ള ഒരു ലോകം സ്ഥാപിതമാക്കുവാൻ കഴിയും. അതിനെ നിങ്ങളൊന്ന് വിശദീകരിക്കൂ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം നാസ്തികനായ ദൈവം എഴുതിയപ്പോൾ നാസ്തികത വിട്ടു, സംവാദം തുടങ്ങിയപ്പോൾ ഇസ്ലാമിൻ്റെ അകത്തെത്തി. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡൗട്ട്, ഞാൻ സുന്നിയാകണോ ഷാഫിയാകണോ ഹനഫിയാകണോ? പുത്രൻ്റെ സ്വത്തവകാശം, പുത്രിയുടെ സ്വത്തവകാശം, ഇസ്ലാമിൻ്റെ അകത്ത് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മര്യാദകൾ, ഇതൊക്കെയാണ് ഇനി അദ്ദേഹത്തിന് അറിയേണ്ടത്. പ്രിയപ്പെട്ട RC, ഒരു യുക്തിയാണ് നമ്മുടെ ചർച്ചാ വിഷയം. യുക്തിയുണ്ടോ? പ്ലീസ് ആൻസർ മീ. എന്താണ് തെളിവ്? പരിണമിച്ചതാണോ? പ്ലീസ് ആൻസർ മീ. ദൈവമുണ്ടോ? പ്ലീസ് ആൻസർ മീ. അനാദിയാണോ? പ്ലീസ് ആൻസർ മീ. അദ്ദേഹം സ്വതന്ത്ര ചിന്ത തൊടുന്നില്ല. എന്താണെന്നറിയോ? അതിനൊന്നും പറയാനില്ല. സാം ഹാരിസിനെ കുറിച്ച് പറയാൻ അദ്ദേഹം ഓങ്ങി, പിന്നെ വിഷയം മാറ്റി, കാരണം ഒന്നും പറയാനില്ല. വാട്സാപ്പ് വന്നപാടൊരു ചളിയുണ്ടായിരുന്നു. ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ല, ആലുവ അടുപ്പിൽ ആലുവയില്ല, സ്വതന്ത്ര ചിന്തയിൽ ചിന്താ സ്വാതന്ത്ര്യവുമില്ല. എന്താ ഡൗട്ട്? ഞാൻ പറയട്ടെ, അള്ളാഹു ഏകനായ ദൈവമാണ് എന്നതിൻ്റെ കൂടെ മുഹമ്മദ് മാത്രമേ പ്രവാചകനുള്ളൂ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മുസ്ലിം ആവില്ല. ഈസയും മൂസയും പ്രവാചകനാണെന്ന് കൂടി പറയണം. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ? ആദ്യമേ ഉത്തരമുണ്ടാക്കി വെച്ച് പിന്നെ ചിന്താ സ്വാതന്ത്ര്യം അടച്ചു വെച്ച് അങ്ങനെ സംസാരിക്കുകയാണ്. എപ്പിസ്റ്റമോളജിയുടെ ബാലപാഠം അറിയുന്ന ഒരാൾ അങ്ങനെ പറയില്ല. കാരണം എന്താ? തിയറി ആദ്യം ഉണ്ടാക്കിയിട്ട് ആ തിയറിയോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫാക്റ്റുകൾ ചേരുമ്പോഴാണ് അത് എവിഡൻസ് ആവുന്നത്, അത് ഫാക്റ്റ് ആവുന്നത്. ഇനി പ്രപഞ്ചം അനാദിയാണ് എന്നുള്ളതൊരു തിയറി അല്ലേ? അതൊരു ഡോഗ്മാറ്റിക് തിയറി അല്ലേ? തിയറിയുടെ മേൽ കയറിയിരുന്നിട്ട് മതവിശ്വാസികൾ തിയറി ഉണ്ടാക്കുന്നേ എന്ന് കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇനി അദ്ദേഹം പറഞ്ഞതിലെ ഒരു പരാമർശിക്കേണ്ട വിഷയം ഞാൻ ഇസ്ലാമിൻ്റെ ഭാഗമായി കൂടി പറയുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരുടെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട നിയമാവലികളുടെ പേരല്ല ഇസ്ലാം. ഇസ്ലാമിനെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളോട് സഹോദരികളോട് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ 9600 കോടി പ്രകാശവർഷം ഡയമീറ്ററുള്ള ഈ പ്രപഞ്ച മഹാമഹം, 1350 കോടി കൊല്ലത്ത് പഴക്കമുള്ള ഈ പ്രപഞ്ച മഹാമഹം, അത് മുഴുവനും അള്ളാഹുവിനെ അനുസരിക്കുന്ന വഴങ്ങുന്ന ജീവജാലങ്ങളാണ്, പദാർത്ഥങ്ങളാണ്, ദ്രവ്യമാണ്, കാലമാണ്, സമയമാണ് എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് വാലിഡിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. നിങ്ങളുടെ സ്വതന്ത്ര ചിന്തയിൽ ഒരു പ്രാപഞ്ചിക വീക്ഷണമുണ്ടോ? അത് പറ, എന്നിട്ട് ചർച്ച ചെയ്യാം. എന്താ പറയുന്നത്? തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. 7 ആകാശങ്ങൾ 7 ഭൂമികൾ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ വാനഭുവനങ്ങൾ, അത് സൃഷ്ടാവിന് സങ്കീർത്തനത്തിനാണുള്ളത്. ഇനി പക്ഷികൾ, മരങ്ങൾ, എല്ലാ ജീവജാലങ്ങൾക്കിടയിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിൻ്റെതായ ആശയ സംവേദനങ്ങളുണ്ട്. എല്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ ഒന്നാമത്തെ ഈ വിഷയകമായ ആർഗ്യുമെന്റ്, ഇസ്ലാം പ്രപഞ്ചത്തിനും പ്രകൃതിക്കും മനുഷ്യനുമിടയിൽ ഒരു ഹാർമോണിയസ് മ്യൂച്വാലിറ്റി സൃഷ്ടിക്കുന്നു. നാസ്തികതയോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് തന്നെ ഇല്ല. ഇനി മനുഷ്യനെ കുറിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താ? മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഇന്നി ജാഇലുക ഫിൽ അർളി ഖലീഫ. ഭൂമിയിലെ പ്രതിനിധിയാണ് മനുഷ്യൻ, സൂപ്പർ ആനിമലാണ്. ഈ ഭൂമിയിലെ പ്രതിനിധിയാണ് എന്ന പ്രയോഗത്തിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം. ഭൗമേതരമായ മണ്ഡലങ്ങളിലും അള്ളാഹുവിന് പ്രതിനിധികളുണ്ട്, അവിടെയും വിശ്വാസികളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ ഈ ഭൂമിയിലെ ഏതെങ്കിലും കോടിക്കണക്കിന് സ്പീഷ്യസിലെ ഒരു സ്പീഷ്യസിൻ്റെ ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു വ്യവഹാര സംഹിതയല്ല ഇസ്ലാം. പ്രാപഞ്ചികമായ വീക്ഷണമാണ് ഇസ്ലാം. ഇനി മനുഷ്യനെ സൂപ്പർ ആനിമലാക്കി എന്ന് അള്ളാഹു പറയുന്നിടത്തുള്ള ഒരു ചിന്തോദ്ദീപകമായ ഒരു പരാമർശം നോക്ക്. അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ ഖലഖൽ ഇൻസാന വഅല്ലമഹുൽ ബയാൻ. ഞാൻ ഖുർആൻ്റെ അകത്തേക്ക് പോയി ആഴത്തിൽ പറയുകയല്ല. മനുഷ്യനെ ഈ ജീവജാലങ്ങൾക്കിടയിൽ നിന്നും മനുഷ്യനെ സൂപ്പർ ആനിമലാക്കുന്ന അടിസ്ഥാനപരമായ അവൻ്റെ ക്വാളിറ്റി ഏതാ എന്ന് നാസ്തികനോട് ചോദിച്ചാൽ ഒന്നും പറയാനുണ്ടാവില്ല. എന്തെങ്കിലും പറയും, പക്ഷേ തെളിവുണ്ടാവുകയില്ല. ഞാൻ ആവർത്തിച്ച് ചോദിച്ചു,
ലോജിക്ക് എങ്ങനെയാണ് പരിണമിച്ചത്, എങ്ങനെയാണ് സത്യമൂല്യമായത്, എങ്ങനെയാണ് ധർമ്മസംഹിത ഉണ്ടായത് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഇസ്ലാം പറയുന്നു 2 യോഗ്യത. ഒരു യോഗ്യത എന്താ? ഒരു യോഗ്യത അല്ലമ ആദമൽ അസ്മാ കുല്ലഹ. അസ്മ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട്സ്, തിയറികൾ ഡെവലപ്പ് ചെയ്യാനുള്ള ശക്തി മനുഷ്യനേ ഉള്ളൂ. തിയറികൾ ഡെവലപ്പ് ചെയ്യാനുള്ള സിദ്ധി മനുഷ്യനുണ്ടായത് കൊണ്ടാണ് മനുഷ്യൻ മാത്രം പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുന്നത്. 1400 കൊല്ലം മുമ്പ് ഇത് പറയാൻ കഴിഞ്ഞു എന്നുള്ളതാ. പക്ഷെ 1400 കൊല്ലം മുമ്പ് മാത്രമല്ല അത് പറഞ്ഞത്. അതിനു മുമ്പുള്ള തോറ, ഇഞ്ചീൽ, സബൂർ, 100 കണക്കിന് മറ്റ് വേദങ്ങൾ, അതൊക്കെയും ഇതേ മോണോത്തിസം, ഇതേ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. ഇസ്ലാമികമായി വിശ്വാസം ഒരിക്കലും മാറാൻ പാടില്ല. അതേസമയം കർമ്മങ്ങൾ കാലോചിതമായി മാറാം. അദ്ദേഹം പറഞ്ഞ പുസ്തകത്തിലുള്ളത് മാറ്റാൻ പറ്റില്ല എന്ന്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, അദ്ദേഹം ഇപ്പം ചർച്ച ചെയ്യുന്നത് സുന്നിയോ ഷാഫിയോ, ഞാൻ ഏതിനാണ് മെമ്പർ ആവേണ്ടത് എന്നുള്ളതാ. അവിടെയൊക്കെ 2 അഭിപ്രായമുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ജൂറിസ്പ്രുഡൻസിൻ്റെ നിയമം എന്ന് പറയുന്നത് കാലോചിതമായി മാറ്റാം എന്നുള്ളതാ. അൽ ഉർഫ് മുഹക്കിമുൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രസ്താവന തന്നെ. ഞാൻ അങ്ങോട്ടൊക്കെ എൻ്റെ വിഷയം കൊണ്ടുപോവുകയല്ല. പക്ഷേ തിയറി ഉണ്ടാക്കാനുള്ള സിദ്ധിയാണ് മനുഷ്യൻ്റെ മാറ്റ്. രണ്ടാമത്തേത് ഏതാ? വ അല്ലമഹുൽ ബയാൻ, ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ സിദ്ധി. എത്ര സൂക്ഷ്മമായ പരാമർശമാണ്! ഈ രേഖീയമായ ഭാഷകൾ ഉപയോഗിക്കുവാനുള്ള സിദ്ധി മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, നോം ചോംസ്കിയുടെ ഒരു പുസ്തകമുണ്ട്, വൈ ഓൺലി അസ്, ലാംഗ്വേജ് ആൻഡ് എവല്യൂഷൻ. ആ പുസ്തകം അതൊക്കെ മണിക്കൂറുകൾ വെച്ച് സംസാരിക്കേണ്ട പുസ്തകമാണ്. ഞാൻ ഒറ്റ വാക്കിന് പറഞ്ഞു പോകട്ടെ. അതിനകത്ത് അദ്ദേഹം പറയുന്നത് എന്താ? ഈ ഭാഷാസിദ്ധി ഇങ്ങനെ പുരോഗതി പ്രാപിച്ചത് പരിണാമം വഴിയാണെന്ന് പറയുന്നുവെങ്കിൽ കൂടിയും അതിൻ്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റേജസ് ഒരിക്കലും തെളിയിക്കുക സാധ്യമല്ല. മനുഷ്യൻ്റെ അനാട്ടമിക്കൽ ഘടനയുടെ ഇന്റർമീഡിയറ്റ് സ്റ്റേജുകൾ ഒരു പക്ഷേ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞേക്കാം. ഒരു വാക്ക് കൂടി ഇടയിൽ പറയട്ടെ. പരിണാമത്തോടുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പൂർണ്ണമായി നിഷേധാത്മകമല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജീൻ മ്യൂട്ടേഷൻ ഉണ്ടാകും തീർച്ചയായും. നാച്ചുറൽ സെലക്ഷൻ ഉണ്ടാകും, പക്ഷേ അത് സ്വമേധയാ അല്ല. അങ്ങനെ ജീൻ മ്യൂട്ടേഷനും നാച്ചുറൽ സെലക്ഷനും അള്ളാഹുവിൻ്റെ ദ്വിതീയമോ തൃതീയമോ ആയ കാരണങ്ങൾ മാത്രമാണ്, സംവിധാനമാണ്. പക്ഷേ ഇവിടെ നോം ചോംസ്കി എന്താ പറയുന്നത്? ജസ്റ്റ് എക്സാമ്പിൾ, ഭാഷ പരിണമിച്ചതിൻ്റെ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഒരിക്കലും കാണിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് ഒരു സഡൻ മ്യൂട്ടേഷൻ സംഭവിച്ചതാകാം, ഒരു സ്പോണ്ടാനിയസ് മ്യൂട്ടേഷൻ സംഭവിച്ചതാകാം. അതൊരു വ്യക്തിയിലാവാം, ഒരു ഗ്രൂപ്പിലാകാം. അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നു. സ്പോണ്ടാനിയസ് മ്യൂട്ടേഷൻ, സഡൻ മ്യൂട്ടേഷൻ, അതൊന്നും ഒരിക്കലും പരിണാമവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്ന് പറഞ്ഞാൽ നാച്ചുറലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് പോലും പറയേണ്ടി വരുന്നു, ഭാഷ പരിണമിച്ചത്, യുക്തി വിചാരം പരിണമിച്ചത് ക്രമാനുഗതമായല്ല, മറിച്ച് സഡൻ മ്യൂട്ടേഷനാണ്. അതൊരു സ്പോണ്ടാനിയസ് മ്യൂട്ടേഷനാണ്. അവിടെയാണ് ഖുർആൻ ഉള്ളത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ഒരു വ്യക്തിക്ക് ആ സിദ്ധി പ്രദാനിച്ചു, ഭാഷാസിദ്ധി പ്രദാനിച്ചു. ഭാഷയെ സംബന്ധിക്കുന്ന അധ്യാപനങ്ങൾ നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ. അതായത് ഞാൻ ഈ ആർഗ്യുമെന്റ് ചുരുക്കുകയാണ്. മനുഷ്യൻ ആരാണ് എന്ന് കൃത്യമായി ഇസ്ലാമിനെ നിർവചിക്കാൻ പറ്റുന്നു. പ്രകൃതി എന്താണ് എന്ന് കൃത്യമായി ഇസ്ലാമിനെ നിർവചിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു തത്വസംഹിത മുന്നോട്ട് വെച്ചിട്ട് പോലും പിന്നെ ഇതൊക്കെ പറയുമ്പോൾ അവർ പറയുന്ന, അല്ലെങ്കിൽ നാസ്തിക ബോധം മുന്നോട്ട് വെക്കുന്ന നിഷേധാത്മകമായൊരു നിലപാടുണ്ട്. ലോകം അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് വന്നു. ഇപ്പോൾ എപ്പിസ്റ്റമോളജിക്കലി ലോകത്ത് നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് ഗ്രാൻഡ് യൂണിഫൈഡ് തിയറികൾ എങ്ങനെയൊക്കെ സാധ്യമാക്കാം എന്നുള്ള ആലോചനയാണ്. ഞാൻ ആലോചനയുടെ വാതായനത്തെ സംബന്ധിക്കുന്ന ഒരു സാധ്യത നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കൂടി ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത് ചർച്ച ചെയ്യാം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, തിയറിയോട് യോജിച്ചു പോവാൻ പറ്റുന്ന ഫാക്റ്റുകൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏത് തിയറിയുടെയും വിജയം. സാമൂഹിക പ്രസ്ഥാനങ്ങളും അങ്ങനെയല്ലേ? കമ്മ്യൂണിസം, സോഷ്യലിസം, എല്ലാ പ്രസ്ഥാനങ്ങളും, ഇസ്ലാമിസം, ക്രിസ്ത്യാനിസം, ഇനി പറഞ്ഞ നാച്ചുറലിസം, അതെല്ലാം ഒരു സിദ്ധാന്തങ്ങളല്ലേ? ഇസം എന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരങ്ങളല്ലേ, സിദ്ധാന്തങ്ങളല്ലേ? ആ പറയുന്നതിനോട് കണക്റ്റീവായി കാര്യങ്ങളെ ചേർത്ത് വെക്കുക. പിന്നെ എങ്ങനെ വന്നാലും പ്രവാചകനെ വിമർശിക്കുക എന്നുള്ളത് ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്തേ വരാഞ്ഞു എന്ന്. അതിൻ്റെ കൃത്യമായ സമയത്ത് വന്നിട്ടുണ്ട്. 30 കൊല്ലം മുമ്പുള്ള ആർഗ്യുമെന്റുകൾ തന്നെ നിങ്ങൾ എന്തിനാ ഇപ്പോഴും പറയുന്നത്? ജീൻ മ്യൂട്ടേഷൻ അക്കാര്യത്തിൽ സംഭവിക്കുന്നില്ലേ? എൻ്റെ വിനീതമായ ചോദ്യമാണ്. 25, 40, 50 കൊല്ലം മുമ്പ് മലയാളത്തിൽ മുഴങ്ങിയ അതേ ആരോപണം ഇപ്പോഴും പറയുമ്പോൾ എന്തേ ഇതിലൊന്നും ഒരു പരിണാമം സംഭവിക്കാത്തത്? പക്ഷേ നിങ്ങളെത്ര ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും മലയാളത്തിൻ്റെ മഹാന്മാരായ കവികൾ പറഞ്ഞിട്ടുണ്ട്, മിഥ്യാപവാദത്തിൽ മറഞ്ഞു സത്യമവിദ്യതൻ വിബോധം വിജ്ഞാനഗർഭം തിരുമൗലി തൊട്ടു
സന്മാർഗ സഞ്ചാരി പദം വരയ്ക്കും പാംസുൽക്കരം പറ്റിയ പുണ്യവാളൻ അയ്യയ്യ മൺകൊണ്ട അഭിഷിക്തനായല്ലോ മതസാർവഭൗമൻ. മുഴക്കിയിടുവീൻ ഹേ ജയശബ്ദമെങ്ങും വാഴട്ടെ ഇസ്ലാം തിരുമേനി നീണാൾ. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വള്ളത്തോൾ മലയാളം നാവ് കൊണ്ട് മിണ്ടിയ മഹാപ്രതിഭ പറഞ്ഞു. ഇനി നമ്മളാരും അതിനെ ക്രോസ് ചെയ്യാൻ മെനക്കെട്ടിട്ട് കാര്യമില്ല. മലയാളത്തിൻ്റെ മണ്ണ്, മലയാളത്തിൻ്റെ വായു പ്രവാചകന്റെ ദർശനം സ്വീകരിച്ചു, മറ്റ് ദർശനങ്ങളെ സ്വീകരിച്ചതുപോലെ. അതുകൊണ്ട് എന്ത് വന്നാലും നബിയെ എതിർക്കണം എന്ന് പറയുന്ന ആ തത്വമൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് എന്നെങ്കിലും മനസ്സിലാക്കുക. പാനലിസ്റ്റുകളോട് നിങ്ങൾക്ക് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർ മൈക്ക് പോയിന്റിൽ ക്യൂ ആയി നിൽക്കണം. മികച്ച ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാൾക്ക് 5000 രൂപ ക്യാഷ് പ്രൈസ് ലഭിക്കുന്നതാണ്. ഈ ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദീപു KR ആണ്. താങ്ക് യു ദീപു. അതോടൊപ്പം നമ്മുടെ ഇവിടെ പരിപാടി കാണാൻ എത്തിയിരിക്കുന്ന ഒരു ശ്രോതാ